ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവർക്ക് നേരിട്ട് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ അന്വേഷണം വഴിതിരിയുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്തെ, നമുക്ക് ഈ കണ്ഠരര് രാജീവർ അറസ്റ്റിലായെങ്കിലും ഒക്കെ തന്നെ എങ്ങനെയൊന്നും സംഭവിച്ചു കാണില്ല എന്ന് വിശ്വാസി സമൂഹത്തിന് ധാരണയുണ്ടായിരുന്നു. എന്നാൽ ആ ധാരണ കടമുഴകി വീഴുന്ന ദിവസമാണ് ഈ പ്രഭാതം. അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? വളരെ രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രങ്ങളുടെ ദേവഹിതം അറിയുന്നതിനും അതിന് അരിഞ്ഞു നൽകുന്നതിന്റെയും ഉത്തരവാദിത്തം അവിടുത്തെ മൂർത്തിയുടെ പ്രതിസ്ഥാനീയനായ തന്ത്രിയാണ്. അപ്പോൾ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും തന്ത്രിയുടെ ഒത്താശയോടുകൂടിയുമാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത് എന്ന് വരുമ്പോൾ അത് തീർച്ചയായും ആ ഒരു കണ്ടെത്തലിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള പിടിച്ചുലയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. LDF-നും സർക്കാരിനുമൊക്കെ തന്നെ വലിയ രീതിയിൽ അത് ദോഷമുണ്ടാക്കി. എന്നാൽ അപ്പോഴും പത്മകുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു, ദൈവതുല്യരായ ആളുകൾ പോലും ഇക്കാര്യത്തിൽ പറഞ്ഞതനുസരിച്ചാണ് തങ്ങൾ ചെയ്തത്. അപ്പോൾ ആ ദൈവതുല്യൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് തന്ത്രിയുടെ അറസ്റ്റ് എന്നാണ് നേരത്തെ അന്വേഷണ സംഘം നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് ഈ കാര്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വരുന്നതോടുകൂടി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ചർച്ച വഴിതിരിയുകയാണ്. നേരത്തെ SK സൂചിപ്പിച്ച പോലെ ഒരു വഴിത്തിരിവായി അത് മാറുകയാണ്. കാരണം തന്ത്രിയുടെ കൂടി അറിവോട് നടന്ന ഒരു കാര്യത്തിൽ എങ്ങനെയാണ് സർക്കാരിനും ബോർഡിനും കൂടുതൽ കാര്യങ്ങൾ തടയാൻ കഴിയുക എന്ന ചോദ്യം സ്വാഭാവികമായും അവർ ഉയർത്തും. അപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ആരോപണ വിധേയരായവർക്ക് ലഭിക്കുന്ന വലിയൊരു പിടിവള്ളിയായിരിക്കും തന്ത്രിക്ക് ഇക്കാര്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വരുന്നത്. അതുകൊണ്ടാണ് ഈ കേസിലെ ഇപ്പോഴത്തെ പുതിയ കണ്ടെത്തലിന് രാഷ്ട്രീയ മാനങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ കാരണം. തന്ത്രി കണ്ഠരര് രാജീവര് ശബരിമല താന്ത്രിക അവകാശമുള്ള താഴ്മൺ കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിക്കുന്ന ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.